കെഎസ്ഇബിയുടെ അനാസ്ഥയിൽ നിർജ്ജീവമായി കിടക്കുകയാണ് കേരള കർണാടക അതിർത്തിയിലെ ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചെറുകിട വൈദ്യുതി പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായ കനാലിലെ ചോർച്ച അടയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രകൃതിക്ക് ഒരു കോട്ടവുമില്ലാതെ ട്രെഞ്ച് വിയറുകൾ വഴി കനാലിൽ വെള്ളമെത്തിച്ച് വൈദ്യുതി ഉൽപാദനം നടത്തുന്നതാണ് ബാരാപ്പോൾ പദ്ധതി. 2016 കമ്മീഷൻ ചെയ്ത പദ്ധതി പ്രവർത്തിച്ചപ്പോഴെല്ലാം കെഎസ്ഇബിക്കുണ്ടായത് വൻ ലാഭം. പ്രതിവർഷം 36 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ളതാണ് പദ്ധതി. എന്നാൽ ഉൽപാദനം 50 ദശലക്ഷം യൂണിറ്റിനടുത്തെത്തിയ സമീപകാല നേട്ടവുമുണ്ട് ബാരാപ്പോളിന്. മഴ പെയ്ത പുഴയിൽ വെള്ളം ലഭ്യമാകുന്ന 8-9 മാസങ്ങളിലായാണ് ഇത്രയും ഉൽപാദനം. ഏകദേശം 25 കോടി രൂപയുടെ വൈദ്യുതി ഒരു സീസണിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കാം. പദ്ധതിയുടെ ഭാഗമായ കനാലിൽ രൂപപ്പെട്ട വിള്ളൽ അടയ്ക്കുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായതോടെ കഴിഞ്ഞ സീസണിൽ ഉൽപാദനം പൂർണ്ണമായും നിലച്ചു. വിള്ളലടച്ച് കനാൽ ഉപയോഗപ്രദമാക്കാൻ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടുമില്ല. ഇതോടെ ഈ സീസണിലും നഷ്ടമുണ്ടാകാനാണ് സാധ്യത. 2 വർഷം കൊണ്ട് 50 കോടി രൂപയുടെ വൈദ്യുതി ഉൽപാദന സാധ്യത നഷ്ടപ്പെടുത്തിയെന്ന് സാരം. ഇവര് ഈ കനാലിന് ചോർച്ച വന്നതിന് ശേഷം ഒരു 52 കോടിയുടെ എസ്റ്റിമേറ്റ് കൊടുത്തിരുന്നു ബോർഡിന്. ഇപ്പം ബോർഡ് അത് അംഗീകരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. ഇത് ശരിക്കും കോൺക്രീറ്റ് അല്ല, അത് വെറുതെ കല്ല് വെച്ചിട്ട് അത് സിമെൻറ്റ് തേക്കാണ്. ആ ഭാഗത്താണ് ഇപ്പം ഡാമേജ് ആയിട്ട് കണ്ടേക്കുന്നത്. അതിൻ്റെ ശരിയായ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തത്. പക്ഷേ അതവർ അംഗീകരിച്ചില്ല. യൂണിറ്റിന് 10 പൈസയോളം മാത്രമാണ് ബാരാപ്പോളിൽ വൈദ്യുതി ഉൽപാദന ചിലവ്. വലിയ വില കൊടുത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്ന ബോർഡാണ് സ്വന്തം പദ്ധതിയോട് ഈ അനാസ്ഥ കാണിക്കുന്നത്. ചെറിയ തുക മുടക്കി മികച്ച സാങ്കേതികത ഉപയോഗിച്ചാൽ കനാലിലെ വിള്ളൽ പരിഹരിക്കാം. പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയും അകറ്റാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കറണ്ടിന് ഇത്രയും വൈദ്യുത സാധനങ്ങൾ കളിക്കുമ്പം ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യത്തിൽ ഈ കെഎസ്ഇബി കാണിക്കുന്ന അനാസ്ഥ കാണുമ്പം ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഈ സ്ഥലം കൊടുത്ത് 10-35 വീട്ടുകാർ 100ഓളം വീട്ടുകാർ ഇവിടുന്ന് മാറി താമസിക്കേണ്ടി വന്നു, കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. അതുപോലെ ടണലുണ്ടാക്കുവോ അല്ലെ അത് പിന്നെ വളരെ റീയൂണിവേഴ്സൽ കോൺക്രീറ്റ് കൊണ്ട് അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത്രയും ടെക്നോളജി വർദ്ധിപ്പിച്ചെടുത്ത് ഒരു ചെറിയ ലീക്ക് കളയാൻ കെഎസ്ഇബിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ബ്രഹ്മഗിരി വനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ സ്വാഭാവികത ഒട്ടും നഷ്ടമാകാതെ പ്രകൃതിയെ നശിപ്പിക്കാതെ നടപ്പാക്കിയ പദ്ധതിക്ക് 120 കോടി രൂപയാണ് ചിലവായത്. കൃത്യമായ ശ്രദ്ധ കൊടുത്താൽ നിലവിലെ സംവിധാനത്തിൽ നിന്നുള്ള ഉൽപാദനവും തുടരാനാവും. പദ്ധതിയുടെ വിപുലീകരണത്തിനും അനുബന്ധ ടൂറിസം വികസനത്തിനും സാധ്യതയേറെയാണ്. പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുകയാണ് അധികൃതർ എന്ന ആക്ഷേപം ഇവിടെ ശക്തമാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.